അഭിഷേകിന്റെ അച്ഛനും സിസ്റ്ററും ഇരുന്നാണ് അഭിഷേകിനെ കുറിച്ച് സംസാരിച്ചിരുന്നത്. അവിടെ അഭിഷേക് വളർന്നത് മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും കൂടെ ആയതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതലായിട്ട് ഇടപെടുകാനായിട്ട് സാധിക്കായിരുന്നില്ല എന്ന് അവിടെ എടുത്തു പറയുന്നുണ്ടായിരുന്നു. പിന്നെ അഭിഷേകിന്റെ അച്ഛൻ തന്നെ അഭിഷേകിനെ നന്നായിട്ടൊന്ന് ട്രോളി വിട്ടിട്ടുണ്ട്. വീട്ടിൽ ഒരു പണിയും ചെയ്യാത്ത ആളാണ്. ഇത്രയും പ്രായമായ മുത്തശ്ശനാണ് ഡ്രസ്സ് വരെ വാഷ് ചെയ്ത് കൊടുത്തിരുന്നത്. ഇനിയിപ്പോൾ എന്തായാലും ഇവിടുന്ന് ചെന്ന് കഴിഞ്ഞാൽ അഭിഷേക് തന്നെ അടിച്ചു വാരലും തുടയ്ക്കലും ചപ്പാത്തി ചുടലും ചപ്പാത്തി കുഴക്കലും ഒക്കെ ചെയ്യുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അഭിഷേകിനെ നന്നായിട്ടൊന്ന് ട്രോളുന്നുണ്ടായിരുന്നു അച്ഛൻ. അതിമനോഹരമായിട്ട് അഭിഷേകിന്റെ അച്ഛൻ സംസാരിച്ചു കേട്ടോ. അത് കേൾക്കാൻ തന്നെ ഒരു രസമുണ്ടായിരുന്നു. മോനെ കുറിച്ച് പറയുന്ന ഓരോ കാര്യങ്ങളും അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു. പിന്നെ അമ്മയുടെ ഓർമ്മകളെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ഇവന് സ്കൂളിൽ കൊണ്ടാക്കുന്ന സമയത്ത് അവിടെ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് മോൻ അമ്മയുടെ ഫോട്ടോയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ എൻ്റെ മുഖത്തേക്ക് നോക്കുള്ളൂ, മറുപടി തരുമായിരുന്നില്ല എന്ന് അച്ഛൻ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ വന്ന് ആ അമ്മയ്ക്കുള്ള കത്ത് വായിച്ചന്നാണ് ഇവന്റെ മനസ്സിൽ ഇത്രയും കാര്യങ്ങളുണ്ടോ എന്ന് ഞാൻ മനസ്സിലാക്കിയത് അന്നാണെന്ന് അച്ഛൻ പറയുന്നുണ്ട്. എനിക്കത് അറിയില്ലായിരുന്നു. ഞാൻ പക്ഷെ അതിനെക്കുറിച്ച് അവനോട് ചോദിക്കാറുമില്ല, വഴക്ക് പറയാറുമില്ല, ഒന്നുമില്ല. പക്ഷെ ഇത്രയും മനസ്സിൽ അവന്റെ വിങ്ങലുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ നിമിഷം അതായിരുന്നു എന്ന് അച്ഛൻ അവിടെ പറയുന്നുണ്ടായിരുന്നു. മറ്റു കുട്ടികളെ അച്ഛനമ്മമാർ സ്കൂളിൽ കൊണ്ടുവന്ന് ഗേറ്റിന്റെ അവിടെ കൊണ്ടുവന്നിടുമ്പോൾ ആ ഒരു ഫീലിംഗ് എൻ്റെ മകന് തോന്നാതിരിക്കാൻ വേണ്ടി സ്കൂൾ ബസ്സിലാണ് അവിടെ എൻ്റെ 3 മക്കളെയും ഞാൻ വിട്ടിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. സ്കൂളിലായാലും കോളേജായാലും അപ്പോൾ അവിടെ അതിൻ്റെ ഉള്ളിൽ വന്ന എല്ലാവരുടെ ഒപ്പം വന്നിറങ്ങുമ്പോൾ ആ ഒരു ഫീലിംഗ് വരാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്നൊരു കാര്യവും അച്ഛൻ പറയുന്നുണ്ടായിരുന്നു. അവനെ പഠിപ്പിച്ചു. ജോലിക്ക് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജന്മം ഉണ്ടെങ്കിൽ ജോലിക്ക് പോവില്ല. ഞാൻ അവനും കൂടി നന്നായിട്ട് വഴക്കിടും. അത് കഴിയുമ്പോൾ അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ വന്ന് സംസാരിക്കും. ഞാനും വിചാരിക്കും ഇത്രയൊക്കെ ഞാൻ വഴക്ക് പറഞ്ഞിട്ടും അവൻ വന്ന് എൻ്റെ അടുത്ത് എന്തെങ്കിലും സംസാരിക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു. അപ്പോൾ അവൻ പറയും അച്ഛൻ ഒരു 3 മാസം അത് കഴിഞ്ഞാൽ ഞാൻ ജോലിക്ക് പോയി, ഞാൻ കുറച്ച് പ്രിപ്പറേഷൻസിലാണ് എന്ന് പറയുമായിരുന്നു. പക്ഷെ 3 മാസം എന്ന് പറഞ്ഞിട്ട് വർഷങ്ങൾ കടന്നുപോയി എന്നൊരു കാര്യം പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു നിമിഷം ഒരു അഭിമാന നിമിഷമാണ്. അവൻ്റെ പേരിൽ ഇപ്പോൾ അവൻ്റെ അച്ഛൻ എന്ന നിലയിൽ ഇപ്പം ഞാൻ അറിയപ്പെടാൻ തുടങ്ങി. അതിലെനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് എന്നൊരു കാര്യവും അച്ഛനോട് പറയുന്നുണ്ടായിരുന്നു. സത്യത്തിൽ അച്ഛൻ്റെ ആ വാക്കുകളിൽ ആ ആത്മാർത്ഥത കറക്റ്റ് ആ അച്ഛൻ്റെ മുഖത്ത് ആ സന്തോഷം കാണായിരുന്നു. അത് നമുക്ക് വന്ന സമയം അച്ഛങ്ങനെ ഓരോന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. നീ നല്ല ഡ്രസ്സ് ഇടുന്നില്ല, നല്ല ഷൂ ഇടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ മോനെ നല്ല രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെ കാണാനായിട്ട് കുതിക്കുന്ന ഒരു അച്ഛനാണെന്ന് അച്ഛൻ വന്ന വഴിക്ക് നമുക്ക് മനസ്സിലായൊരു കാര്യമാണ്. ഇപ്പോൾ ആ മോനെക്കുറിച്ച് ആലോചിച്ച് അഭിമാനിക്കുന്ന ഒരു അച്ഛനാണെന്ന് കൂടി അച്ഛൻ അത് അവിടെ വെച്ച് തുറന്നു പറയുന്ന ഒരു നിമിഷം കൂടിയായിരുന്നു അത്.